ഞാൻ വളരെ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു തന്നൊരു കഥയാണ് കൃഷ്ണൻ്റെയും കുചേലൻ്റെയും. കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിവുള്ളതായിരിക്കും. എന്നാൽ ഈ കഥ എങ്ങനെയാണ് നമ്മുടെ കാർമിക് ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുചേലൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ സഹപാഠിയായിരുന്നു. രണ്ടുപേരും സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അപ്പം കൃഷ്ണൻ മധുരയിലെ രാജകുമാരനാണ്. കുചേലൻ എന്ന് പറയുന്നത് വളരെ ദരിദ്രനായിട്ടുള്ളൊരു ബ്രാഹ്മണ കുമാരനാണ്. അപ്പം പഠിത്തം കഴിഞ്ഞിട്ട് പോയ ശേഷം കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി. പക്ഷേ കുചേലൻ്റെ അവസ്ഥ അപ്പോഴും വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ കുചേലൻ്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾ കൃഷ്ണനെ പോയെന്ന് കാണ്, ഞാനൊരു അവൽപ്പൊതി തരാം, കൃഷ്ണനെ പോയെന്ന് കണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുക, എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പഠിക്കുന്ന സമയത്ത് വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് കുചേലനെ കണ്ടിരുന്നത്. ഒരിക്കലും ഞാൻ രാജകുമാരനാണ്, ഇത് പാവപ്പെട്ട ആളാണ്, അങ്ങനെ ഒരു വേർതിരിവൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഒരു ദിവസം ഇവർ സന്ദീപനി മഹർഷിയുടെ ഭാര്യ വിറക് ശേഖരിക്കാൻ പറഞ്ഞതിനെ തുടങ്ങിയിട്ട് ഇവർ രണ്ടുപേരും കാട്ടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്ത് ഇവർ പേടിച്ച് ഒരു ഗുഹയിൽ ഓടി കയറി രക്ഷ നേടും. അപ്പം രാത്രിയായി കഴിയുമ്പോഴത്തേക്കും ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പം കുചേലൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് അവിലുണ്ടായിരുന്നു. അപ്പം കുചേലന് നല്ല വിശന്നിട്ട് ഭഗവാന് കൊടുക്കാതെ ആ അവിൽ കുചേലൻ തന്നെത്താനെ കഴിക്കും. അപ്പം ഈ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കുചേലൻ ദ്വാരകയിലോട്ട് നടക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ അന്ന് ചോദിച്ചായിരുന്നു, ഇവിടെ എന്താ നീ കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുചേലൻ പറയും, എൻ്റെ പല്ല് കൂട്ടിയിടിക്കുന്നതെന്ന് കള്ളം പറയുമായിരുന്നു. അപ്പം ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് കുചേലൻ ദ്വാരകയിലെത്തും. ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു കൃഷ്ണൻ കുചേലനെ സ്വീകരിക്കുക, കാരണം ഇത്രയും ദരിദ്രനായിട്ടുള്ളൊരു കൂട്ടുകാരനല്ലേ. അപ്പോൾ കൃഷ്ണൻ രാജാവാണ്, എനിക്കിങ്ങനൊരു കൂട്ടുകാരനുണ്ടെന്ന് പറയാൻ കൃഷ്ണന് മടിയുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കുചേലൻ ദ്വാരകയിലോട്ട് പോകുന്നത്. പക്ഷേ കൃഷ്ണൻ ദൂരെ നിന്ന് തന്നെ കുചേലൻ കാണുമ്പോൾ തന്നെ അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങി വന്നിട്ട് കുചേലനെ വളരെ സ്നേഹത്തോടെ ആനയിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുചേലൻ തന്നെ അങ്ങനെ ഒരു വാം വെൽക്കം ഒന്നും പ്രതീക്ഷയില്ല. കുചേലനാണെങ്കിലും സന്തോഷം കൊണ്ടിങ്ങനെ കണ്ണു നിറയും. എന്നിട്ട് ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കുചേലൻ്റെ കാലൊക്കെ കഴുകി വളരെ സ്നേഹത്തോടു കൂടിയിട്ട് പരിചരിക്കും. പക്ഷെ അപ്പോഴും കുചേലന് ഈ അവലിൻ്റെ കാര്യമൊന്നും പറയുന്നൊന്നുമില്ല, അവൽ കൊണ്ടുവന്ന കാര്യമൊന്നും പറയുന്നില്ല. അപ്പം ഭാര്യ കൊടുത്തുവിട്ട് ഈ അവൽ പാക്കറ്റ് ഭഗവാൻ കണ്ടിട്ട് വേഗം അത് തട്ടിപ്പറിച്ചെടുത്ത് വളരെ സ്വാദോടു കൂടിയിട്ട് കഴിക്കാൻ തുടങ്ങും. കഴിച്ചൊരു മൂന്നാമത്തെ പിടി ആകുമ്പോഴത്തേക്കും ലക്ഷ്മി ദേവി വന്നിട്ട് പറയും മതി, അതായത് രുക്മിണി ദേവി വന്നിട്ട് പറയും മതി, ഇത്രയും കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവർക്കും കൊടുത്തിട്ട് കുചേലന് വളരെ സന്തോഷമാകും. കുചേലൻ ഒന്നും ചോദിക്കാൻ പോകത്തില്ല, ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം മറന്നു വന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടിയിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ വീടിൻ്റെ സ്ഥാനത്തൊരു മണിമാളികയാണ്. അപ്പോൾ കുചേലന് മനസ്സിലാവും ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ മൂന്നാമത്തെ പിടി അവയിൽ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ദേവി വന്നിട്ട് കൈ പിടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നും കുചേലന് മനസ്സിലാവും. കാരണം ഒരു ലൈഫിൽ കിട്ടാവുന്ന അത്രയും കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ലൈഫിലും നമുക്ക് ശരിക്കും കുചേലനെ പോലെ ആകാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ചില കർമ്മഫലങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ കടബാധ്യതകളൊക്കെ വരുന്നത്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ പുരോഗമനം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുചേലനെ പോലെ തന്നെ എല്ലാം ആ ഒരു പ്രപഞ്ച ശക്തിക്ക് വിട്ടുകൊടുക്കുക, ശരണാഗതി തേടുക എന്ന് പറയും. ആ രീതിയിൽ ശരണാഗതി തേടാൻ പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം നല്ല മനോഹരം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ശരണാഗതി തേടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ബെഗ് ചെയ്യാതെ കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഈ പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു.